നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്ഷേമനിധി പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും സംബന്ധിച്ച് ഏറ്റവും പുതിയ 2026 അപ്ഡേറ്റുകളാണ് വിശദമായി നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പെൻഷൻ തുക ഉയർന്നു. ഇനി 4000 രൂപ ഒരുമിച്ച് ലഭിക്കുമോ? ലൈഫ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും? പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആരെല്ലാം നേടും? പ്രവാസി ക്ഷേമനിധിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? എല്ലാം വിശദമായി നമുക്ക് നോക്കാം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി പെൻഷനുകളും ഇപ്പോൾ മാസം 2000 രൂപയായി തുടരുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ പലതവണ ഘട്ടം ഘട്ടമായി വർധനവ് നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ ഈ തുകയാണ് സ്ഥിരമായി നൽകുന്നത്. വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി നിരവധി വിഭാഗങ്ങൾക്കാണ് ഈ തുക ലഭിക്കുന്നത്. സംസ്ഥാനത്ത് 60 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നാൽ 4000 രൂപ കിട്ടുമോ? അതെ, ചില മാസങ്ങളിൽ സർക്കാർ ഇരട്ട ഗഡുക്കളായി പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളിലും തിരഞ്ഞെടുപ്പ് സമയത്തും ആളുകൾക്ക് സാമ്പത്തിക സഹായം വേഗത്തിൽ ലഭിക്കാനായി 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്ന രീതിയാണ് സ്വീകരിച്ചത്. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിക്ക് 4000 രൂപ വരെ ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ സാധ്യതയുണ്ട്. ഇത് സ്ഥിരമായ വർധനവല്ലെങ്കിലും പല കുടുംബങ്ങൾക്കും വലിയ സഹായമാകുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെ കുറിച്ച് നോക്കാം. 2026 ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഏകദേശം 14,500 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിലൂടെ നിലവിലുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുടർച്ചയായി നൽകാനാണ് ലക്ഷ്യമിടുന്നത്. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പെൻഷൻ വിതരണം നിർത്തില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. പെൻഷൻ വാങ്ങുന്ന എല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈഫ് മസ്റ്ററിംഗ് ആണ്. പലർക്കും ഈ പേര് കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിന്റെ പ്രാധാന്യം പലർക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ലൈഫ് മസ്റ്ററിംഗ് എന്നത് ഗുണഭോക്താവ് ജീവനോടെയുണ്ടെന്ന് സർക്കാർ രേഖകളിൽ ഉറപ്പുവരുത്തുന്ന നടപടിയാണ്. ഇത് സംബന്ധമായി ചെയ്യാത്തവർക്ക് പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ലൈഫ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കയ്യിൽ ആധാർ കാർഡ്, ഫോൺ നമ്പർ, ബാങ്ക് വിവരങ്ങൾ എന്നിവ കരുതുന്നത് നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ കൂടി ആവശ്യമായി വരും. ഇനി മറ്റൊരു പ്രധാന കാര്യം വരുമാന സർട്ടിഫിക്കറ്റും അണ്ടർടേക്കിംഗ് ലെറ്ററുമാണ്. പലരുടെ അക്കൗണ്ടുകൾ താൽക്കാലികമായി ഫ്രീസ് ആയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന്റെ പ്രധാന കാരണം ആവശ്യമായ രേഖകൾ സമയത്ത് പുതുക്കാത്തതായിരുന്നു. അതിനാൽ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ പുതുക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുതിയതായി ഏറെ ശ്രദ്ധ നേടുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് നോക്കാം. സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേക സാഹചര്യങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾക്ക് മാസാന്തര സഹായം നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇതിന്റെ അർഹതാ മാനദണ്ഡങ്ങളും അപേക്ഷാ നടപടികളും ജില്ലകളിൽ ഘട്ടം ഘട്ടമായി വ്യക്തമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. പല സ്ത്രീകളും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിലവിലെ പെൻഷനോടൊപ്പം ഇത് ലഭിക്കുമോ? ഇതിന് വ്യക്തമായ ഔദ്യോഗിക മാർഗരേഖകൾ ഓരോ വിഭാഗങ്ങൾക്കുമായി പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുക. ഇനി പ്രവാസി ക്ഷേമനിധിയിലേക്ക് വരാം. വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഏറെ സഹായകരമായ പദ്ധതികളാണ് ഇപ്പോൾ പ്രവാസി ക്ഷേമനിധി ബോർഡിലൂടെ നടപ്പാക്കുന്നത്. പ്രതിമാസം നിശ്ചിത തുക അടയ്ക്കുന്ന അംഗങ്ങൾക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇതിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രതിമാസ അടവുകളും പെൻഷൻ ഘടനയും പുതുക്കിയതോടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് ശ്രമം. പെൻഷൻ മാത്രമല്ല, ചികിത്സാ സഹായം, പ്രവാസാനുകൂല്യം, വിവാഹ സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങളും അംഗങ്ങൾക്ക് ലഭിക്കും. വിദേശത്തുള്ള മലയാളികൾക്കും നാട്ടിലുള്ള കുടുംബങ്ങൾക്കും ഇത് വലിയ സഹായമാകുന്നുണ്ട്. പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ ചേരുന്നത് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇപ്പോൾ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. പലരും ചോദിക്കുന്നത് പെൻഷൻ വൈകുന്നത് എന്തുകൊണ്ട്? സർക്കാരിന്റെ സാമ്പത്തിക ക്രമീകരണങ്ങൾ, ബാങ്കിംഗ് നടപടികൾ, രേഖാപരിശോധനകൾ എന്നിവ കാരണം ചിലപ്പോൾ വൈകാൻ സാധ്യതയുണ്ട്. എന്നാൽ പലപ്പോഴും ഗുണഭോക്താവിന്റെ രേഖകളിൽ പ്രശ്നമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ താമസം സംഭവിക്കാറുണ്ട്. അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഫോൺ നമ്പർ പുതുക്കിയിട്ടില്ലെങ്കിൽ അത് ഉടൻ ശരിയാക്കുക. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനാക്ഷമമാണോ എന്നും പരിശോധിക്കണം. ഇനി പലരും ചെയ്യുന്ന ഒരു തെറ്റ് പറയാം. ചിലർ വ്യാജ മെസ്സേജുകൾ വിശ്വസിച്ച് OTP പങ്കുവയ്ക്കാറുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഒരിക്കലും ഫോൺ വഴി OTP ചോദിക്കില്ല. അതിനാൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ വർദ്ധിക്കുന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം. ഇപ്പോൾ ഭാവിയിൽ പെൻഷൻ തുക വീണ്ടും വർദ്ധിക്കുമോ എന്ന ചർച്ചയും ശക്തമാണ്. വിലക്കയറ്റവും ജീവിത ചെലവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വർധനവ് വേണമെന്ന ആവശ്യം വിവിധ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം സർക്കാരിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ ക്ഷേമ പെൻഷൻ പദ്ധതി ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ്.
പ്രായമായ മാതാപിതാക്കൾക്കും രോഗബാധിതർക്കും വിധവകൾക്കും ഇത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ലൈഫ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക, വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കുക, അക്ഷയ കേന്ദ്രങ്ങളിൽ വിവരങ്ങൾ ശരിയാക്കുക, ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്ന് ഉറപ്പാക്കുക, വ്യാജ മെസ്സേജുകളിൽ വിശ്വസിക്കരുത്. അടുത്ത മാസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പെൻഷൻ വിതരണ തീയതികൾ, പുതിയ ഗഡുക്കൾ, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ എന്നിവയിൽ വലിയ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ കേരള സർക്കാർ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.